എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സാധാരണ കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും തന്നെ കഴിക്കാറുള്ളതാണ് ഈ ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള കറി. ഇവിടെ ഇതിന് താളെന്നാണ് കേട്ടോ പറയുക. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ചേമ്പിൻ്റെ തണ്ട് മാത്രമല്ല, നമ്മളിതാ ചേമ്പില കൊണ്ടും കറികൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. തോരനും അതുപോലെ തന്നെ കറികളും വയ്ക്കാറുണ്ട്. അപ്പം ഞാനിത് താള് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് പല രീതിയിലുള്ള കറികൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിനു മുൻപും ഇതുകൊണ്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കൂ കേട്ടോ. ഇതാ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചേമ്പിൻ്റെ താളൊക്കെ കിട്ടുക വെച്ചാൽ തയ്യാറാക്കി നോക്കൂ. ഞാൻ എന്താ ചെറുതായിട്ട് ആ ഒരു തണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, ആ ഒരു തണ്ടിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഒന്നുണ്ടാവും, അത് നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. ചിലവർക്ക് കൈ ചൊറിയും ഈ ചേമ്പിൻ താളൊക്കെ എടുക്കുമ്പം. കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പം ഒരുപാട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകല്ലേ. ഇനി ഇതാ നമുക്ക് എളുപ്പം തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗവിലേക്ക് മൺചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണയുടെ ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടും. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഈ താള് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറി തയ്യാറാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും അല്പം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചേമ്പിൻ്റെ ആ ഒരു താളിൽ തന്നെ വെള്ളമയം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു സമയം കൊണ്ട് നമുക്കതിനകത്തേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും, മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചെറിയ ജീരകം. ഇത് 1/4 ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ആവാം കേട്ടോ. ചെറിയ ജീരകം നല്ലപോലെ അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അരച്ചപ്പോൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ 1-2 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന താള് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ളമായി പോവും. ആ താളിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങിക്കോളും. അതിൽ തന്നെ നമുക്കിത് വെന്തും കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കരുത്. 1-2 മിനിറ്റ് നല്ല പോലെ ഒന്ന് ആ നാളികേരം വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം എത്രയാണോ വെള്ളം വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഈ ചേമ്പിൻ്റെ താളിനൊക്കെ ചെറിയൊരു കൊഴുപ്പുണ്ട്, അതുകൊണ്ട് കുറച്ചധികം ഞാനിന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് സ്വല്പം ഒന്ന് കൂട്ടി വെച്ചോളൂ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. 4-5 മിനിറ്റെങ്കിലും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയുടെ സ്വാദൊക്കെ ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് 3 ചേരുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തൈര് അല്ലെങ്കിൽ മോര്. അപ്പം ഞാൻ കുറച്ച് കട്ടിയുള്ള തൈരായിരുന്നുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ കായത്തിൻ്റെ പൊടിയും അതേ അളവിൽ തന്നെ ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് നമ്മുടെ കറിക്ക് ഒന്നും കൂടിയൊക്കെ സ്വാദ് കിട്ടുള്ളൂ. ഈ ഒരു കറി എളുപ്പം ചീത്തയാവുന്ന ഒരു കറിയല്ല. മോരൊക്കെ ചേർത്തത് കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ 1-2 ദിവസമൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് കറിയിലേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടുതൽ കിട്ടുക. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഞാൻ മൺചട്ടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് കടുകും വളരെ കുറച്ച് ഉലുവയും
അതുപോലെ തന്നെ 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ചേമ്പിൻ താള് കിട്ടുക വെച്ചാൽ മോര് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.